അപ്പോൾ ഹായ് ഗായ്സ്, നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ഫ്രീ ഫയർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഗൈസ്, ഇപ്പോൾ പുതിയ ദീപാവലി ഇവൻസൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇന്നലെ കുറച്ച് ഗൺസിൻ്റെ സ്കിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള അതാണ് എൻ്റെ എപ്പോഴും പഴയ പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം. എനിക്കിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതേപോലത്തെ ദീപാവലി കുറേ ഗൺസ് കിട്ടി. ഒരു 5-6 ഗൺസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ വരും. അപ്പോൾ എനിക്ക് ദിവസവും കോയിൻസും അങ്ങനെയൊക്കെ എനിക്ക് ദിവസവും കിട്ടാറുമുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് ഇപ്പോൾ ഗൈസ് നമ്മുടെ ഹോർസ് സ്കൂൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കുറവാണ്. പിന്നെ റാങ്കിൽ പോയപ്പോൾ ഗോൾഡായി. എൻ്റെ പ്ലാറ്റിന് വരുന്നു. നിങ്ങളുടെ മുമ്പത്തെ വീഡിയോ വരെ കണ്ടോ പ്ലാറ്റിന് വരുന്നുണ്ട്. മുമ്പെൻ്റെ പ്ലാറ്റിന് വരുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും എൻ്റെ ഗോൾഡിക്കായിട്ടുണ്ട്. സോറി ഗൈസ്. അപ്പോൾ ഇനി നമ്മളത് തിരിച്ചെടുക്കണം. നമ്മൾ പ്ലാറ്റിനം എൻ്റെ ഒരു ഇത് ഡയമണ്ടിക്ക് എത്തണം എന്നാണ്. അപ്പോൾ ഡയമണ്ടിക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു പ്രചോദനം എനിക്ക് വേണം. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ കൂടെ ഞാൻ അറിയിക്കേണ്ടത്. അപ്പോൾ ഞാൻ നല്ലൊരു പാണ്ടക്കുട്ടീനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെ മേടിച്ച് അവനക്ക് ഫുഡൊക്കെ കൊടുത്തപ്പോൾ അവൻ്റെ പുതിയ സ്കിന്നും അവൻ്റെ ഫുൾ ഇമോട്ടും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സൊക്കെ അവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണല്ലോ എൻ്റെ ഹോട്ട് സ്കോർ. ഇന്നലെ ഞാൻ 100 ആക്കിയിട്ടാണ് ഞാൻ ഇന്നലെ ഹോട്ട് സ്കോർ വെച്ചത്. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും 86 ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നല്ലൊരു CS കളിച്ചും ചെയ്തു. എന്താണെന്നറിയില്ല. ഇനി നമുക്ക് DR അടിച്ചിട്ടും ഒക്കെ വീഡിയോ എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇപ്പോൾ കളിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ഒരു നമുക്ക് ക്ലാഷ് കോഡേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരെ നിങ്ങൾക്ക് ബാറ്റിൽ റോയൽ, ലോങ് വൂൾഫ്, BR ഇതൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് വരണം. എൻ്റെ BRൽ പ്ലാറ്റിനും ആകണം എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ അത് വേണം. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ കൂടെ കളിക്കാനുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ എല്ലാവരും എൻ്റെ ഗിൽഡിൽ നിന്ന് കയറുക. BR Killers 89 എന്നാണ് പേരത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ നെയിം ബോർഡിൻ്റെ അവിടെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ഗിൽഡിൽ കയറുക. അതാണ് ഗിൽഡ്. അപ്പോൾ നമ്മൾ നേരെ കളിക്കാൻ കയറാൻ പോകുന്നത് ഗൈസ്. ഇപ്പോൾ കുറച്ച് ലോഡായി. ഇപ്പോൾ ഫസ്റ്റത്തെ കളിക്ക് എനിക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ ഇതൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് ഞാൻ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. കാരണം ആ സമയത്ത് കളിക്കാൻ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റി ആദ്യം ഒന്ന് അടിച്ചു നോക്കിയതാണ്. പിന്നെ ഈ ഗൺ ഷൂട്ടർ ബട്ടൺ ഇത്തിരി ഒന്ന് വലുതാക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അടുത്ത കളിയിൽ നോക്കാം ഗൈസ്. ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞാൽ നമുക്ക് സ്പീഡിൽ ഓടുന്ന പവർ അധികം ഇതില്ല. അതായത് നമ്മൾ പെട്ടെന്ന് അടിക്കുമ്പോഴേക്കും ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് അമർത്തുമ്പോൾ ഓടാനും കിട്ടില്ല. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ അത് കാരണമാണ് ഇപ്പോൾ ഈ ഫസ്റ്റത്തെ കളി ഇതുണ്ട്. അപ്പോൾ ഞാൻ നേരെ ഇപ്പോൾ താഴേക്ക് ചാടി. കാരണം അവർ ഫുള്ള് മേലെ എനിമിയാണ്. എല്ലാവരെയും നോക്കാക്കി. അപ്പോൾ താഴേക്ക് 2-3 ആൾക്കാർ എന്നെ കണ്ട് വീണ്ടും ചാടി. അപ്പോൾ ഫസ്റ്റത്തെ ഒരുത്തനെ തന്നെ നമ്മൾ നോക്കാക്കിയിട്ട് അവനെയും നമ്മൾ നോക്കാക്കി. അപ്പോൾ അവരൊട്ടിട്ട് തന്നെ നോക്കാക്കിയിട്ടു. അപ്പോഴേക്കും വീണ്ടും വരുത്താൻ വന്നിട്ടേ ഗൈസ് എന്നെ മേലെന്ന് നോക്കാക്കി ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ കളി അങ്ങനെ പോയി ഗൈസ്. പിന്നെ നമ്മളെന്തായാലും ജയിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ വിശ്വാസം. അപ്പോൾ നമ്മൾ നേരെ അടുത്ത കളി ജയിക്കണം പറഞ്ഞിട്ട് നമ്മൾ ഗൺമ ഒരു AN-94 പറഞ്ഞിട്ടൊരു ഗണ്ണെടുത്തു. വേറെ ഗണ്ണൊന്നും നന്നായിട്ടില്ല വയസ്സ്, അതുകൊണ്ട് അതെടുത്തത്. നമ്മൾ അതെടുത്ത് നേരെ നമ്മളെ എനിമിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി ഗൈസ്. പിന്നെ ഗൈസ് എൻ്റെ പ്ലാറ്റിനം ലെവലായിരുന്നു. അത് എനിക്ക് കുറഞ്ഞത് ഭയങ്കര സങ്കടമായി. അത് ചിലപ്പോൾ സീസൺ പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഈ സീസൺ മാറുന്ന സമയത്ത് ഞാൻ എപ്പോഴാണ് അടുത്ത സീസൺ പുതിയ സീസണിൽ ഇപ്പോൾ കളിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കയറിയപ്പോൾ തന്നെ ഒരുത്തന്നെ നോക്കിയിട്ടുണ്ട്. ഈ അടുത്ത അവനെ രക്ഷിക്കാൻ വരും പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ നിന്ന് അടുത്തവനെയും നോക്കിടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുത്തന്നെ ഇരുന്ന് കാണിക്കണം. അപ്പോൾ അവനെയും വേറൊരു എനിമി വന്നിട്ട് നമ്മൾ അടിക്കാൻ നോക്കി. പക്ഷെ അപ്പോഴേക്കും അവനെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നമ്മൾ വിക്ടറി അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളല്ല MVP, വേറെ അടുത്തനായിരുന്നു MVP. അപ്പോൾ 1v1 പോയിന്റ് അവർക്കും 1 പോയിന്റ് ആയിരുന്നു. ഇതിൽ ഞാൻ എടുത്ത ഗണ്ണ് എന്താണ് ഗ്ലോസി അങ്ങനെ എന്തോ പറഞ്ഞത്, എനിക്ക് പേരറിയില്ല. അപ്പം ഇതിൻ്റെ സ്കിന്നും വേറെ കുറേ 2-3 തോക്കിൻ്റെ സ്കിന്നൊക്കെയാണ് എനിക്ക് ഇന്നലെ കഴിച്ചപ്പോൾ കിട്ടിയത്. അടിപൊളി സ്കിന്നാണ്, കുഴപ്പമില്ല.
അത്യാവശ്യം ഡാമേജും ഒക്കെ ഈ സ്കിന്നിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ കയറി. അപ്പോൾ ഗൈസ് നമ്മുടെ കൂടെ നിൽക്കണവർക്ക് ഒരു ബുദ്ധി പറഞ്ഞൊരു സാധനമില്ല ഗൈസ്. ബുദ്ധി പറഞ്ഞ സാധനമില്ല, നേരെ കയറി പോണ്. അപ്പോൾ ഞാൻ കളിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്ക് നല്ല കളിക്കാൻ അറിയില്ല, എൻ്റെ കൂടെ വാ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ എൻ്റെ ഫ്രീ ഫയറിൻ്റെ ഐഡിയും എൻ്റെ ഗിൽഡിൻ്റെ ഐഡിയൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ബുദ്ധി പറഞ്ഞ സാധനമില്ല, ഇവരൊക്കെ കയറി പോണ്. അപ്പോൾ അവൻ്റെ കൂടെ പോയാലേ ഗൈസ് നമുക്കും കൂടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊന്നും ചെയ്തില്ല, നോക്കാക്കിയിട്ടവനൊന്ന് അടിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ MVP അടിച്ചിട്ടുണ്ട്. വീണ്ടും വേറെ ഒരുത്തനായിരുന്നു MVP. അപ്പോൾ ഇതിലെനിക്ക് MVP അടിക്കണം എന്ന് ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ ആ ഗണ്ണ വേറെ ഗണ്ണൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ എന്താ ഗണ്ണിൻ്റെ പേരാണ് കിട്ടുന്നത്, നമ്മൾ ഇവിടെ നിന്ന് അടിക്കുമ്പോൾ അവിടെ പോയി വീണ്ടും പൊട്ടും. അങ്ങനത്തെ ഒരു ഗണ്ണാണ് അടുത്തത്. അതും ഈ ഗണ്ണും എനിക്ക് ഇതാണ് ഗൺസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ഗണ്ണ്. പിന്നെ MP40 UMP ഈ ഗണ്ണുകളൊക്കെ, പിന്നെ AK-47. എനിക്ക് 4-5 ഗണ്ണുകളെ അത് ഇഷ്ടമുള്ളൂ. പിന്നെ ഡെസേർട്ടികളൊക്കെയാണ് അതിൽ ആ 5-6 ഗൺസ് എനിക്ക് ഇഷ്ടമുള്ളൂ. വേറെ ഗൺസൊന്നും ഞാൻ അധികം അടിച്ച് ഡാമേജും വരില്ല ഗൈസ്. നിങ്ങൾ ഞാനിപ്പോൾ ഈ വെച്ച മെത്തേഡിലൊന്ന് CS ക്ലാഷ് കോഡോ ഒന്ന് കളിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അത് വിട്ടു അടിക്കാൻ പറ്റുമായിരിക്കും. നിങ്ങളൊന്ന് അത് കളിച്ച് നോക്കുക. ഞാൻ ആദ്യം സൈഡിൽ പോയി, അപ്പോൾ അവിടെ എനിമി ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഇങ്ങോട്ടാ പോയി, ചിലപ്പോൾ ഞാൻ ഓടിപ്പോയാൽ നോക്കാവും. അപ്പോൾ വീണ്ടും നമ്മൾ സൈഡ് വഴി ഒന്ന് പോയി നോക്കാം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു അടി കിട്ടി. അപ്പോഴേക്കും ഞാൻ അവനെ നോക്കാക്കാൻ നോക്കി, അപ്പോൾ പറ്റിയില്ല. പക്ഷെ അത് നമ്മുടെ കൂടെയുള്ള അവനായിരുന്നു. പിന്നെ അവൻ സൂമാക്കി നോക്കി, അപ്പോൾ അവൻ അവിടെ ഒളിഞ്ഞിരുത്ത് കളിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റിനെ സൂം ഒരുത്തിന് നോക്കാക്കിയിട്ടു. അപ്പോഴേക്കും അവിടെ വേറെ ഒരു എനിമിയും കൂടി ഉണ്ടായിരുന്നു. അവനപ്പോൾ അവനെ റിവൈവ് ചെയ്യാൻ പോയി. അപ്പോൾ നമ്മൾ ചാടി അവനെ പോയിട്ട് ഒരു അടിയും കൂടി കൊടുത്ത് അവനെ അങ്ങനെ നോക്കാക്കി. അപ്പോൾ അങ്ങനെ അതിലും നമ്മൾ ഈ വിക്ടറി അടിച്ചു. പക്ഷേ കണ്ടോ, MVP നമ്മളാണ് ഗൈസ്. ഞാൻ പറഞ്ഞു ഈ ഗണ്ണിൽ നിങ്ങളൊന്ന് കളിച്ചു നോക്കും, ചിലപ്പോൾ നിങ്ങൾ MVP ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഞാൻ ഒരു ഷൂസ് എടുത്തു. ആ ഷൂസും പിന്നെ എൻ്റെ ഒരു മെഡിസിൻ എടുത്തു. പിന്നെ ആ ഒരു അപ്ഗ്രേഡ് ചെയ്തു നമ്മുടെ. പിന്നെ ഈ റിപ്പയർ കിറ്റ് നിങ്ങളൊന്ന് എടുത്തു, അതിൻ്റെ കൂടെ അത് കൊടുക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. പിന്നെ ബ്ലൂ വാൾ അങ്ങനത്തെ സംഭവങ്ങൾ ആവശ്യമുള്ളൂ. വേറെ പിന്നെ അടുത്ത് നമ്മൾക്ക് കോയിൻസ് കിട്ടുമ്പോൾ നിങ്ങൾ ഗണ്ണ് മാറ്റേണ്ട ആവശ്യമില്ല, ഇതിനകത്ത് ഇട്ട് കളിച്ചാൽ മതി. നിങ്ങൾക്ക് പെട്ടെന്ന് MVP അടിക്കാൻ പറ്റും. ഞാൻ ഏക്കെ ട്രൈ ചെയ്തു, നിറയെ ട്രൈ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് കളിച്ച് നോക്കുക. അപ്പോൾ കുറച്ച് നിറയെ നേരം ട്രൈ ചെയ്തു അങ്ങനെ. ഇത് ഈ ഗണ്ണ് വെച്ച് കളിക്കുമ്പോഴാണ് ഈ ഗണ്ണ് സ്കിന്നിൽ എങ്ങനെ കുഴപ്പമില്ല ഗൈസ്. അത്യാവശ്യം ഡാമേജ് വരുന്നുണ്ട് ഈ 2 ഗൺസിൻ്റെ ഇത് കോംബോ. അപ്പോൾ ഈ കോംബോ ഇട്ടിട്ട് നിങ്ങൾ കളിച്ച് നോക്കുക. ഞാൻ അതിൻ്റെ മേലെ കയറാൻ നോക്കി തന്നെ ഗൈസ്, പക്ഷേ ഈ സംഭവം ഇട്ടിട്ട് അതിൻ്റെ മേലെ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ എനിമി ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വേറെ ഒരു എടുത്തന്നെ നമ്മൾ നോക്കാക്കിയിടാൻ പോയപ്പോഴേക്കും നമ്മൾ അവനെ അടിച്ചു. എന്നെ എന്നെ അവർ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു. അവനെ അടിച്ചു. പിന്നെ ഒരാൾ അവനെ റിവൈവ് ചെയ്യാൻ വന്നു. അപ്പോൾ അവനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പിന്നെ ഒരാൾ അവിടെ ഒളിഞ്ഞിരുന്ന് നമ്മൾ അടിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ ഞാൻ കുറേ എവിടെയൊക്കെ തപ്പി, അപ്പോൾ അവനെ കണ്ടില്ല. അപ്പോൾ അവനവിടെ ഒളിഞ്ഞത്. പിന്നെ എനിക്ക് ഞാൻ അവൻ്റെ തല കണ്ടു. അവനവിടെ ഒളിഞ്ഞിരുന്ന് കളിക്കാനും മനസ്സിലായി. ഞാൻ നേരെ ഒന്ന് താഴേക്ക് പോയാലും നോക്കി. ചിലപ്പോൾ എൻ്റെ സ്നൈപ്പറായിരിക്കും ഗൈസ്. അപ്പോൾ ചിലപ്പോൾ കണ്ടു പോയാൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സോണ് വരട്ടെ പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. സോൺ ഒന്ന് എന്തായാലും അവൻ താഴ്ത്തി ചാടി വരും ഗൈസ്. സോൺ ഒന്ന് അവൻ ഉറപ്പായി താഴ്ത്തി ചാടി വരും. കാരണം അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മളെ മുമ്പത്തെ സോണിന് അധികം പവർ ഉണ്ടായിരുന്നില്ല ഗൈസ്. സോണ് മെല്ലെ വന്ന് നമ്മൾ സോണിൻ്റെ ഉള്ളിൽ നിന്നാണ് മുമ്പ് മറ്റേ എന്താണ് മെഡിക്കറ്റ് ഇട്ടിട്ട് നമ്മൾ സോണിൻ്റെ ഉള്ളിൽ കളിക്കുക. പക്ഷെ ഇപ്പം അത്രയ്ക്ക് പവർ നല്ല പവറായിരിക്കുന്നത്. സോണ് നല്ല ഹെൽത്തും പോകും. അപ്പോൾ അവൻ എന്നെ ഒരു അടി അടിച്ചു. അപ്പോഴാണ് ഞാൻ താഴെ വന്നത് കണ്ട്. അപ്പോൾ നേരെ അവൻ ചാടിപ്പോയി ഒരു അടി അടിക്കാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ ടീമേറ്റ് വന്ന് അവൻ അടിച്ചു ഗൈസ്. പക്ഷെ നമ്മൾ ഹെൽത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ബൂയി അടിച്ചിരിക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മളല്ല MVP അടിച്ചിരിക്കുന്നത്, വേറൊരാളാണ്. കണ്ടോ, നിങ്ങൾ മേലെ ഡിസ്പ്ലേന്ന് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വേറൊരുത്തന്നെ നമ്മളെ MVP എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെക്കൻഡ് എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആ കോംബോ അടിച്ച് നിങ്ങൾ ഉറപ്പായും വിക്ടറി അടിക്കും. ഞാൻ പറഞ്ഞു തന്ന ഗണ്ണിൻ്റെ കോംബോ വെച്ച് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. അപ്പോൾ ഈ ദീപാവലി ബണ്ടറിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റിൽ ലൈക്കും ചെയ്ത് അറിയിക്കണേ. അങ്ങനെയാണ് ഈ ദീപാവലി ബണ്ടർ നല്ലതാണോ അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻറ്റിൽ ലൈക്ക് ചെയ്ത് നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഇതേപോലെ ടീമേറ്റിൻ്റെ കൂടെ കളിക്കുന്ന വീഡിയോയും ഒക്കെ വേണമെങ്കിൽ
നിങ്ങൾക്ക് ബി ആർ കളിക്കുന്ന വീഡിയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ചെയ്യുക. പറ്റാത്ത സ്റ്റാറ്റ ഓ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും ലൈക്സും ഞങ്ങൾക്ക് വേണ്ടത്. പിന്നെ ഇതേപോലത്തെ വീഡിയോൻ്റെ പേര് ആയിരിക്കും. അപ്പോൾ ടാറ്റ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.